അപ്പോൾ എൻ്റെ ഓഡിറ്റ് സ്ട്രാറ്റജിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് അറിയാലോ, വാസ്റ്റ് ആണ്, കടല് പോലെ കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഓർത്ത് വെച്ച് ഞാൻ ഓരോ വേർഡിങ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എൻ്റെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഡിറ്റോ ലൈൻസ് അതേപോലെ തന്നെ എഴുതുന്നത്. അപ്പോൾ അതേപോലെ എഴുതുക, അതേപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചിട്ട് ഇച്ചിരി പാടാണ്, എനിക്ക് പാടാണ്. എനിക്ക് തിയറി ഒക്കെ കുറേ ഒന്നും സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ട് ഞാൻ 100% പഠിക്കില്ല, എനിക്ക് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സെലക്റ്റീവായിട്ട് പഠിക്കുന്നത്. 100% പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്, തന്നെ റിസ്ക് കുറവാണ്. അതാവുമ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടി പോരാൻ പറ്റും. പക്ഷേ എനിക്ക് ആ ലിമിറ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ 100% പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിച്ച് തല തിരിഞ്ഞ് ആകെ കുളമാകും. അതിനേക്കാളും ഭേദം പഠിക്കുന്ന വൃത്തിക്ക് പഠിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഫുൾ മാർക്സ് കിട്ടുക എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അപ്രോച്ച്, എൻ്റെ സ്ട്രാറ്റജി. അപ്പം നിങ്ങളും ആ സ്ട്രാറ്റജി ഉള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്ട്രാറ്റജി ഫോം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ നിങ്ങളെ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ നിങ്ങൾ അതിൻ്റെ ഗൈഡൻസ് കുറച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഓഡിറ്റ് അനലൈസ് ചെയ്തപ്പോൾ ചില ഏരിയാസ് ഇവർ എന്തായാലും ചോദിക്കും, എന്തായാലും ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് എസ്സേസ് ഉണ്ട്. അത് എന്തായാലും കവർ ചെയ്യുക, ഡു ഓർ ഡൈ. അത് പഠിച്ചിരിക്കണം, അതിലെ എല്ലാ ക്വസ്റ്റ്യൻ ബാങ്കും ചെയ്തിരിക്കണം, അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് ഫുൾ മാർക്സ് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ അതിലൊന്നാണ് SQC1. അപ്പം ഞാൻ ഓഡിറ്റിൽ എപ്പോഴും ഒരു ABC ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഒരു ABC കാറ്റഗറി പോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് എൻ്റെത് മാത്രം കേട്ടോ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കണ്ടന്റ് മൊത്തമായിട്ട് ഇരുന്ന് പഠിക്കും, പ്ലസ് ഞാൻ ക്വസ്റ്റ്യൻ ബാങ്കും അതിൽ ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവും. MCQും അതിൻ്റെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് MCQ ആ ടോപ്പിക്സിന് ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവും. അതായത് എന്ത് വന്നാലും എനിക്ക് ഫുൾ മാർക്സ് കിട്ടണം, അതാണ് എൻ്റെ ആ ഒരു കാറ്റഗറിയിൽ എൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. പക്ഷെ രണ്ടാമത്തെ കാറ്റഗറിയിൽ നമുക്ക് ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ തളരുമല്ലോ. അപ്പോൾ ഞാൻ അടുത്തതിൽ ഞാൻ ജസ്റ്റ് കണ്ടന്റ് മാത്രമേ പഠിക്കുകയുള്ളൂ. അതായത് ഫുൾ മാർക്സ് ഇല്ലെങ്കിലും ഒരു പകുതി മാർക്സ് കിട്ടുന്ന രീതിയിൽ ഞാൻ കണ്ടന്റ് ആയിരിക്കും മെയിനായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും ചെയ്യണ്ടാവില്ല. പിന്നെ C കാറ്റഗറി വന്നാൽ ജസ്റ്റ് MCQ പർപ്പസിന് വേണ്ടിയിട്ട് MCQ അതിൻ്റെ നല്ല രീതിയിൽ പഠിച്ചു പോകും. പിന്നെ അന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം എന്നുള്ള രീതിയിൽ ഞാൻ പോകും. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാറ്. അതിൽ A കാറ്റഗറിയിൽ ഞാൻ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് SQC1 ആൻഡ് SA 220. അതിന് ഷോർട്ടായിട്ട് ഇവരെന്ത് ചെയ്യും, 5 മാർക്കിന് എന്തായാലും ചോദിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങളെ ഏറ്റവും പ്രയോറിറ്റി നിങ്ങൾ അതിന് കൊടുക്കുക. അതിൽ നിന്ന് എന്ത് വന്നാലും, ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ ഒരു ആൻസർ ഷീറ്റിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അതിൽ 5 ഔട്ട് ഓഫ് 5 എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ ആ ലെവലിൽ ഞാൻ പഠിച്ചിട്ടാണ് അതിന് പോകുന്നത്. SQC1 ആൻഡ് SA 220. അതുപോലെ എനിക്ക് ഞാൻ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്ന ആണ് 240, അതുപോലെ 250. അതിൽ നിന്ന് എന്തായാലും 200 സീരീസിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന എസ്സേസ് ആണ് 240, 250. പിന്നെ 300 സീരീസിലോട്ട് വരുമ്പോൾ ഞാൻ പിന്നെയും ഇമ്പോർട്ടൻസ് അത്ര ഞാൻ ഇതിൽ കൊടുക്കാറില്ല, അതൊക്കെ ഞാൻ B കാറ്റഗറിയിൽ ഇടുന്നത്. അപ്പം നമുക്ക് A വെച്ച് നോക്കാം. പിന്നെ ഞാൻ 500 സീരീസൊക്കെ പോകുന്നു. 500 സീരീസിൽ നിന്ന് എന്തായാലും ഒരു എസ്സേ എന്തായാലും ഇവർ ടെസ്റ്റ് ചെയ്യും, ആ ഉറപ്പാണ്. അപ്പോൾ ആ 500 സീരീസിൽ നിന്ന് ഏറ്റവും ഞാൻ കുറച്ച് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SA 505, അതുപോലെ തന്നെ SA 540, SA 550, SA 560, SA 570, 580. ഇത് ഞാൻ ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഏരിയാസ് ആണ്. 505, 540, 550, 560, 570, 580. ഇത് ഞാൻ നല്ല രീതിയിൽ തറോ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ 700 സീരീസിൽ നിന്ന് ഇവർ എന്തായാലും ഒരു എസ്സേ 700 സീരീസിൽ നിന്ന് എന്തായാലും ടെസ്റ്റ് ചെയ്യും. അതിൽ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് SA 701, 705, അതുപോലെ തന്നെ 706, 710 ആൻഡ് 720. ഇതിന് എന്തായാലും ഞാനായിരുന്നു ഇത്രയും ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. ഇത്രയും ഞാൻ വൃത്തിക്ക് ഞാൻ പഠിച്ചിട്ട് പോകും. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. അത് നമ്മളെ ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ പാസ്സാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് PA. ഭയങ്കര സിമ്പിളാണ്,
ജസ്റ്റ് വൺ ടൈം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും അത് റിവൈസ് ഒക്കെ ചെയ്യുമ്പോൾ. സോ പി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ, അതുപോലെ ത്രെട്ട്, അതുപോലെ നോക്ലാർ, ഈ 3 ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ഒരു ടോപ്പിക്ക് ടെസ്റ്റ് ചെയ്യാറെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 3 ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ 3 ടോപ്പിക്സ് എന്തായാലും പഠിച്ചു വെക്കുക. അപ്പോൾ അത് ഇച്ചിരി നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചാപ്റ്ററാണ് പിന്നെ PSU ESG. എന്തായാലും ESG എന്തായാലും ടെസ്റ്റ് ചെയ്യും. PSU ചാൻസസ് ആർ ഹൈ അത് ചോദിക്കണം. അപ്പോൾ അതും A കാറ്റഗറിയിൽ വരുന്നതാണ് PSU ESG. അതുപോലെ പിന്നെ വരുന്നതാണ് മറ്റേ ഇന്റേണൽ ഓഡിറ്റിൽ നിന്ന് എന്തായാലും മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അത് ഞാൻ ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഡ്യൂ ഡെലിജൻസ്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ ഫോറൻസിക്. ഈ 3 ഏതെങ്കിലും ഇവർ മിക്കവാറും ടെസ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത് വരുന്നത് SA 800 സീരീസ്, 800, 805, 810. ഇതിൽ നിന്ന് ഏതെങ്കിലും എന്തായാലും ഇവർ ചോദിക്കും. ഓക്കെ. പിന്നെ വരുന്ന SRS, SC, SRE, പിന്നെ SAE, അതിൽ നിന്ന് എന്തായാലും അവർ ചോദിക്കും. ഞാൻ പക്ഷെ ആ ഒരു ടോപ്പിക്ക് ഞാൻ കുറച്ച് അധികം ഞാൻ പഠിക്കാറില്ല. അതെന്ന് വെച്ചാൽ ഫുള്ളായിട്ടല്ല. ഇപ്പോൾ SRS 4400-ഉം 4410-ഉം ഉണ്ട്. അപ്പോൾ ഞാനൊരു അനാലിസിസ് നടത്തുക, ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഡിജിറ്റൽ ഓഡിറ്റിൽ നിന്ന് എന്തായാലും ഒരു 5 മാർക്സിന് ചോദിക്കും. അപ്പം അത് എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ കാരോ വരുന്നത്, കാരോ 2020. ഇത്രയാണ് ഞാൻ എൻ്റെ A കാറ്റഗറിയിൽ വെക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഇത്രയും പഠിക്കണം. അത്രയും പഠിച്ചാലേ നമുക്ക് കുറച്ചെങ്കിലും നമ്മളെ കയ്യിൽ മാർക്സ് അഷ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് SQC 1-ഉം SA 220. അതിൽ ഒരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ SA 240, SA 250. ഇതിൽ നിന്ന് എന്തായാലും ഞാൻ നോക്കിയപ്പോൾ സെപ്റ്റംബറിന് മുന്നത്തെ അറ്റംപ്റ്റിൽ ഇവർ അധികം SA 240, 250 ഒന്നും അധികം ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനും ടോപ്പ് പ്രയോറിറ്റി കൊടുത്തു. 500 സീരീസിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരുപാടുണ്ടല്ലോ, വെച്ചാൽ ഇത്രയുണ്ട്, 505 to 580 വരെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ MTP നോക്കും. MTP നോക്കിയിട്ട് MTPയിൽ ഏതാ വന്നേക്കുന്നത്, അതായത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ്. നമുക്ക് സത്യം പറഞ്ഞ ഒരു ഹിൻ്റാണ്. അതായത് ഇവർ മോക്ക് ടെസ്റ്റ് ചോദിച്ച essays മിക്കവാറും ഇവർ ചിലപ്പോൾ ഡിറ്റോ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ essay എന്തായാലും മിക്കവാറും ആ essayയിൽ വേറെ ഏതെങ്കിലും പോയിന്റ്സ് ആയിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. അവിടെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു സീരീസിൽ നിന്ന് ഞാൻ അതിന് മുന്നത്തെ അറ്റംപ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തായിരുന്നു. ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, SA 540 അവർ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു, SA 540. അപ്പം ഞാൻ എന്ത് ചെയ്തു, SA 540 അങ്ങ് കട്ട് ചെയ്തു. സോറി. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുന്നത്തെ അറ്റംപ്റ്റിൽ ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യുന്ന ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് അങ്ങ് കട്ട് ചെയ്തു. ഞാൻ അത് അധികം അങ്ങ് പഠിച്ചിട്ടില്ല. ഞാൻ നേരെ അത് 540 സെക്കൻഡിൽ ഇട്ടു. ഓക്കെ. എന്നിട്ട് ബാക്കിയെല്ലാം വൃത്തിക്ക് 505, 550, 560, 570, 580 വൃത്തിക്ക് ഇരുന്ന് പഠിച്ചു. 701 ഇതിൽ ഞാൻ നോക്കിയപ്പോൾ 701 വെച്ചാൽ ഇതിന് മുന്നത്തെ അറ്റംപ്റ്റ് അല്ല, അതിന് മുന്നത്തെ അറ്റംപ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഇത് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. അപ്പം ഞാൻ അത് സെക്കൻഡിൽ ഇടും. 705-ഉം 706, 710. പിന്നെ ഞാൻ നോക്കുന്ന അതിന് മുന്നത്തെ അറ്റംപ്റ്റിൽ അവർ ചോദിച്ചെന്ന് വെച്ചാൽ 720 ആണ് ചോദിച്ചിരുന്നത്, 720. അപ്പോൾ 720 എൻ്റെ പ്രീവിയസ് അറ്റംപ്റ്റിൽ 720 ചോദിച്ചു. അപ്പോൾ ഞാൻ മിക്കവാറും അത് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണെന്ന് വെച്ചാൽ ഞാനത് സെക്കൻഡ് കാറ്റഗറിക്ക് ഇടും. ഓക്കെ. അപ്പോൾ ഞാൻ പിന്നെ പ്രയോറിറ്റി ചെയ്തതിനെ കൊടുക്കുക 705, 706, 710. ഇതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടിരുന്ന് പഠിക്കും. ഇത് മൊത്തം ഞാൻ നന്നായിട്ടിരുന്ന് പഠിക്കും. പിന്നെ P ഒരു കാരണവശാലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല.
പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ത്രെഡ്സ് ഇൻ ഓക്ലാർ. അപ്പം അതിന് മുന്നത്തെ ഇതിൽ ഈ നോക്കിയ സമയത്തും പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അതിന് മുന്നത്തെ അറ്റംപ്റ്റ്സ് ഒക്കെ ആയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ത്രെഡ്സ് ഇൻ ഓക്ലാർ അതിന് ഏതെങ്കിലും ആയിരിക്കും മിക്കവാറും ചോദിക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതും ഇങ്ങോട്ടേക്ക് ഇട്ടു. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അങ്ങോട്ടേക്ക് ഇട്ടു. അതൊന്ന് ഇങ്ങനെ എഴുതി. ഓക്കെ. പിന്നെ PSU എന്തായാലും ടെസ്റ്റ് ചെയ്യും, ESU എന്തായാലും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡ്യൂ ഡെലിജൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ഫോറൻസിക് ഞാൻ നോക്കും. ഇൻവെസ്റ്റിഗേഷൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫോറൻസിക്കും ടെസ്റ്റ് ചെയ്തത്. മിക്കവാറും എന്തായിരിക്കും ഡ്യൂ ഡെലിജൻസ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുക കൂടുതലായിട്ടൊന്നും ഉണ്ടായതുകൊണ്ട് ഞാൻ ഡ്യൂ ഡെലിജൻസിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പഠിച്ചിട്ടില്ല, കാരണം അതിന് മുന്നത്തെ അറ്റംപ്റ്റിലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് അത് ഇട്ടു, ഫോറൻസിക്കും ഇങ്ങോട്ടേക്ക് വിട്ടു. ഡ്യൂ ഡെലിജൻസിന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്തു. പിന്നെ 800 സീരീസിൽ അതിന് 800 സീരീസിൽ അതിന് മുന്നത്തെ അറ്റംപ്റ്റ് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ അറ്റംപ്റ്റ് പിന്നെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് മുഴുവനായിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിജിറ്റൽ ഓഡിറ്റ് ഒബ്വിയസ്ലി, പിന്നെ അതുപോലെ ക്യാരും ഒബ്വിയസ്ലി. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കാറ്റഗറി A ഉണ്ടാക്കുക. കാറ്റഗറി A തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് SQC1, SA 220, SA 240, SA 240, 250 സ്ഥിരമായിട്ട് ചോദിക്കുന്നതല്ല, പക്ഷെ എന്നാൽ അത് ടോപ്പ് പ്രയോറിറ്റി ആണ്. അതായത് പ്രീവിയസ് അറ്റംപ്റ്റ് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാൻസസ് ആർ ഹൈ നമുക്ക് ചോദിക്കാൻ. 500 സീരീസിന് എന്തായാലും അവർ ഒന്ന് ചോദിക്കും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് അറ്റംപ്റ്റിൽ എന്താണ് ചോദിച്ചേക്കുന്നത് അത് മിക്കവാറും ടെസ്റ്റ് ചെയ്യാൻ ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ ബാക്കി എസ്സേസിൽ നമ്മൾ നോക്കുക, അതിൽ എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് നോക്കുക. ബാക്കി എസ്സേസിൽ അത് ഇരുന്ന് പഠിക്കുക. അതുപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റും കൂടി നോക്കാം. മോക്ക് ടെസ്റ്റ് നോക്കിയിട്ട് 500 സീരീസ് അവർ ഏതാ ടെസ്റ്റ് ചെയ്തിരിക്കണം നോക്കാം, അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അങ്ങനെ വേണം അനലൈസ് ചെയ്യാൻ. എന്നിട്ട് അതിന് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കണം. നമുക്ക് പഠിച്ചതിൽ തന്നെ സൂപ്പർ തറോ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് വേണം. അത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ 700 സീരീസ് എന്നാണെങ്കിൽ പ്രീവിയസ് അറ്റംപ്റ്റിൽ എന്ത് ചെയ്യുക, ചോദിച്ചത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, മിക്കവാറും ടെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് വേണമെങ്കിൽ സെക്കൻഡ് കാറ്റഗറിയിലോട്ട് ഇടാം. ബാക്കിക്ക് പ്രയോറിറ്റി കൊടുക്കുക. ആ ബാക്കിയിൽ പ്രയോറിറ്റി കൊടുക്കുമ്പോഴും മോക്ക് ടെസ്റ്റും കൂടി നോക്കിയിട്ട് ഏത് 700 സീരീസ് അവർ ടെസ്റ്റ് ചെയ്തെന്ന് നോക്കുക. ആ 700 സീരീസ് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്ത് പഠിക്കും. സോ എന്തായാലും പഠിക്കാനില്ല, കോംപ്രമൈസ് ചെയ്ത് ഈ 3 ടോപ്പിക്ക് നോക്കുക. അതിൽ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഏതാ നോക്കി വന്നേക്കും നോക്കുക. പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റ് അങ്ങനെ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇവർ പാറ്റേൺ ചോദിക്കുന്നത്. ആ പാറ്റേൺ തന്നെ എന്താ പറയുക, പ്രീവിയസ് അറ്റംപ്റ്റ് ഏതാ ചോദിച്ചേക്കുന്നതും അത് മിക്കവാറും ടെസ്റ്റ് ചെയ്യാൻ കുറവായിരിക്കും. പിന്നെ എന്തും കൂടി നോക്കാം, മോക്ക് ടെസ്റ്റും കൂടി നോക്കിയിട്ട് അത് വരാൻ ചാൻസസ് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനും നോക്കാൻ. കാരണം എന്ന് വെച്ചാൽ ഒരു അറ്റംപ്റ്റിൽ, അതായത് പ്രീവിയസ് അറ്റംപ്റ്റ് തന്നെ ഞാൻ ഒരു സെപ്റ്റംബറല്ല അതിന് മുന്നത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഇതുപോലെ മോക്ക് ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യും. മോക്ക് ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഞാൻ 402 പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ 402 മോക്ക് ടെസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 402 എന്ത് ചെയ്തു, പഠിച്ചു. ഞാനത് ടോപ്പ് എ തന്നെ ആഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ അറ്റംപ്റ്റ് ചോദിച്ചു 402 ആ സെയിം ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ വേറൊരു ടോപ്പിക്, ഐ ഗോട്ട് മാർക്സ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എപ്പോഴും നിങ്ങൾക്കൊരു ഹിൻ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, മോക്ക് ടെസ്റ്റിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഓക്കെ, ഇനി B കാറ്റഗറിയിൽ എന്ത് ചെയ്യുക, ഇതിൽ ഇടുക. കണ്ടിച്ചാൽ ഞാൻ B കാറ്റഗറിയിൽ പഠിക്കുന്നതാണ് ഇപ്പോൾ 299. കാരണം 299 ഒക്കെ നമ്മൾ കണ്ടന്റ് പഠിക്കുന്നത് നല്ലതാണ്. MCQ പർപ്പസിനൊക്കെ നമുക്ക് മിക്കവാറും ടെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ 299, അതുപോലെ തന്നെ 330, അതുപോലെ തന്നെ 320, അതുപോലെ തന്നെ പിന്നെ 402 ഞാൻ 402 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മോക്ക് ടെസ്റ്റിലൊക്കെ 402 കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും A കാറ്റഗറി തന്നെ ഇടാം. ഞാനത് Bയിലായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ എന്ത് ചെയ്തു, ആ Aക്ക് മാറ്റി മോക്ക് ടെസ്റ്റ് കണ്ടപ്പോൾ 402, പക്ഷേ അവരത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ, അതായത് സെപ്റ്റംബറിന് മുന്നത്തെ അറ്റംപ്റ്റിലാണ് 402 അവർ ചോദിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിക്കാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 402 ഇങ്ങോട്ട് തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. സോ ബേസിക്കലി എൻ്റെ സ്ട്രാറ്റജി എപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ MCQ, NBFC,
ബാങ്ക്, ഇതിനൊക്കെ എന്തായാലും MCQ നല്ല രീതിയിൽ ചോദിക്കും. അപ്പോൾ MCQ റിലേറ്റഡ് ആയിട്ട് അതിന് എന്തായാലും NBFC അതുപോലെ ബാങ്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ വിടാതിരിക്കുക. അതുപോലെ ന്യൂമറിക്കൽസ് ഏതെങ്കിലും നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, നോക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ NBFCയിൽ ടയർ 1 ക്യാപിറ്റൽ അങ്ങനത്തെ ഒക്കെ ടോപ്പിക് ഉണ്ട്. അത് മോക്ക് ടെസ്റ്റിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോക്ക് ടെസ്റ്റിൽ ഞാൻ കണ്ടപ്പോൾ തന്നെ അത് ആ NBFCയിൽ ആ ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്തു, കാറ്റഗറി എയിലാക്കി. ഇത് ഇങ്ങോട്ടേക്ക് ഇട്ടു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മോക്ക് ടെസ്റ്റ് നിങ്ങൾ മേക്ക് ഷുവർ നിങ്ങൾ എക്സാമിന് മുന്നേ പോകുന്നതിന് മുന്നേ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്തായാലും കവർ ചെയ്തിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ കാറ്റഗറിയിൽ ഇടണം. യു നോ വാട്ട് ഹാപ്പൻ, ആ NBFCന്ന് ആ ടോപ്പിക്ക് അവർ ടെസ്റ്റ് ചെയ്തു. ഐ ഗോട്ട് മാർക്സ് ഇൻ ദാറ്റ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇത് എൻ്റെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കിത് നോക്കാൻ പറ്റും. അപ്പോൾ മേക്ക് ഷുവർ യു ഡു ദ മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. ആൻഡ് എങ്ങനെ ആ സ്ട്രാറ്റജി വർക്കായോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. സെപ്റ്റംബർ 2025 ഏതൊക്കെയാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം. SQC 1 ആൻഡ് SA 220 എന്ന് ചോദിച്ചു. ഐ ഗോട്ട് മാർക്സ് ഇൻ ദാറ്റ്. അതുപോലെ അവർ ചോദിച്ചത് SA 250, SQC 1 SA 220 എന്ന് അവർ ചോദിച്ചു, SA 250 എന്ന് ചോദിച്ചു. അതുപോലെ പിന്നെ അവർ ചോദിച്ചത് SA 265 എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ SA 265 ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നല്ല. ഓക്കെ. പിന്നെ SA 505 അവർ ചോദിച്ചു. അതും എൻ്റെ കാറ്റഗറി A എന്നാണ്. പിന്നെ അതുപോലെ അവർ 700 സീരീസ് എന്ന് അവർ ടെസ്റ്റ് ചെയ്തത് 706 അതെൻ്റെ കാറ്റഗറി എയിലുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. 500 സീരീസിൽ കാറ്റഗറി എയിൽ 505 ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ പിന്നെ അവർ ഈ മൂന്നെണ്ണത്തിൽ അവർ നോക്കുലർ ടെസ്റ്റ് ചെയ്തു, എനിക്ക് മാർക്സ് കിട്ടി. പിന്നെ PSU അവർ ടെസ്റ്റ് ചെയ്തു, എനിക്ക് മാർക്സ് കിട്ടി. EST അവർ ടെസ്റ്റ് ചെയ്തു, മാർക്സ് കിട്ടി. ചോദിച്ചിട്ടുണ്ട് SA 800 സീരീസിൽ നിന്ന് 810 അവർ ടെസ്റ്റ് ചെയ്തു. SA 810 ടെസ്റ്റ് ചെയ്തു, എനിക്ക് മാർക്ക് കിട്ടി. ഡിജിറ്റൽ ഓഡിറ്റ് എന്ന് അവർ ടെസ്റ്റ് ചെയ്തു, മാർക്ക് കിട്ടി. അതുപോലെ തന്നെ കാരോ 2020 എന്നും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ SRE, പിന്നെ SRS, അതുപോലെ SAE. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിരുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അധികം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര മണ്ടത്തരമാണ്. കാരണം അതിന് എന്തായാലും അവർ ചോദിക്കും. അപ്പോൾ എനിക്ക് എന്തോ ആ ടോപ്പിക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അധികം പഠിക്കാറില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കാറ്റഗറി A തന്നെ നിങ്ങൾ ഇടണം. അതായത് അതിലിപ്പോൾ SRS 4400 പിന്നെ 4410 ഇത് രണ്ടുമാണുള്ളത്. ഓക്കെ. ഇതിൽ മിക്കവാറും അവർ ഒന്ന് ചോദിച്ചത് അടുത്ത അറ്റംപ്റ്റ് ചോദിക്കണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഏതാ ചോദിച്ചത് അപ്പോൾ മിക്കവാറും മറ്റേതായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒന്ന് കാറ്റഗറി A ആക്കുക, മറ്റേ കാറ്റഗറി B ആക്കുക. അങ്ങനെ പഠിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസസ് ആർ ഹൈ. ഇപ്പോൾ ഞാൻ ചെയ്ത കാറ്റഗറിയിൽ ഞാനിപ്പോൾ റെഡ് മാർക്ക് ഇട്ടൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 100% പഠിക്കാതെ ഞാനിങ്ങനെ സെലക്റ്റീവായി പഠിച്ചു. പക്ഷെ അതിൽ തന്നെ ടോപ്പ് പ്രയോറിറ്റി അനലൈസ് ചെയ്തപ്പോൾ തന്നെ മിക്ക ക്വസ്റ്റ്യൻസും അവർ ചോദിച്ചു. അതിനുള്ള എനിക്ക് മാർക്സും കിട്ടി. അങ്ങനെയാണ് എനിക്ക് 42 ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഈ അറ്റംപ്റ്റിൽ എക്സാം എഴുതാൻ പോയിരുന്നെങ്കിൽ എൻ്റെ 40 മാർക്ക് സ്ട്രാറ്റജി എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ MTPs ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ടാട്ടോ ഈ സ്ട്രാറ്റജി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഞാൻ എക്സാമിന് പോവുകയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 40 മാർക്ക് സ്ട്രാറ്റജി എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതായിരിക്കും തരുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ ഓർഡർ ഓഫ് സ്റ്റഡിങ് എന്ത് വെച്ചാൽ തുടങ്ങേണ്ടത്, കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് SQC 1 ആൻഡ് SA 220. അപ്പോൾ SQC 1 SA 220 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എന്തായാലും ഒരു 5 മാർക്ക് ചോദ്യം ചോദിക്കും. അപ്പോൾ അതിൽ എന്തൊക്കെ പഠിക്കണം, ക്വസ്റ്റ്യൻ ബാങ്കും പഠിക്കാൻ മറക്കരുത്. അപ്പോൾ കണ്ടന്റ് മൊത്തമായിട്ട് പഠിക്കണം, പ്ലസ് ക്വസ്റ്റ്യൻ ബാങ്കും കൂടി ചെയ്തിട്ട് എങ്ങനെയാണ്, കാരണം കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. ഞാൻ പറഞ്ഞില്ലേ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ essays അവർ ചോദിക്കുക. അപ്പോൾ അതൊക്കെ അറിയണം. നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അത് SQC 1 SA 220 നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് ഫുൾ മാർക്സ് വാങ്ങിക്കേണ്ട ഏരിയ ആണ്. അതുകൊണ്ട് അത് കോംപ്രമൈസ് ചെയ്യരുത്. പിന്നെ അടുത്തത് PE, അതും ഫുൾ മാർക്സ് തന്നെ വാങ്ങിക്കണം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ PEയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഷുവറായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. കണ്ടന്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും കുറേ ഉണ്ടെന്ന്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്.
ആ ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ, എന്താണ് അതിൽ മിസ്കണ്ടക്ട് ഉണ്ടോ ഇല്ലേന്ന് മാത്രം നമ്മൾ നോക്കി മനസ്സിലാക്കി നമ്മൾ പോകേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അതാണ് അടുത്ത് പഠിച്ച് തീർക്കേണ്ടത്. പിന്നെ 800 ആൻഡ് 805, പക്ഷെ അതിൽ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നില്ല, കോൺസെപ്റ്റ് പഠിച്ചാൽ മതി. കാരണം അതിൽ മിക്കവാറും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരിക, അത് ചെറിയ ചെറിയ സ്റ്റാൻഡേർഡ് ആണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നോളും. അത് വൃത്തിക്ക് പഠിക്കുക. കാരണം 800 സീരീസ് എന്തായാലും ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. അതിൽ 810 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം ചോദിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 800 805 പഠിക്കുക, കണ്ടന്റ് പഠിച്ചാൽ മതി. പിന്നെ SRS 4400 കണ്ടന്റ് പഠിക്കുക. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചാൻസസ് ആർ ഹൈ നമ്മൾ ഫുൾ മാർക്സ് അതിൽ വാങ്ങിക്കാണ്. പിന്നെ SRE 2400, SA 3400, പിന്നെ ഡിജിറ്റൽ ഓഡിറ്റ്, പിന്നെ ESG എന്തായാലും ചോദിക്കും. ഇതൊക്കെ എന്തായാലും ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ആട്ടോ. അപ്പൊ ഇതൊക്കെ എന്തായാലും പഠിച്ചിട്ട് പോവുക, അതിൽ നല്ല മാർക്സ് കിട്ടും. പിന്നെ PSU ചില സമയത്ത് അവർ ടെസ്റ്റ് ചെയ്യില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ചോദിക്കാതിരിക്കാം, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കണ്ട. PSU ചെറിയൊരു ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ട. അതും എന്ത് ചെയ്യുക, വൃത്തിക്ക് പഠിക്കുക. അതൊക്കെ കണ്ടന്റ് പഠിച്ചാൽ മതി. പിന്നെ CARO 2020 എന്തായാലും ഒരു ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും കൂടി ഒന്ന് ചെയ്യുക. എന്നാലും നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഓൾ ദോസ് തിങ്സ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അതൊന്നും നമ്മൾ ഒഴിവാക്കരുത്. ഓക്കെ. പിന്നെ essays, വെൻ ഇറ്റ് കംസ് ടു essaysൽ 240 എന്തായാലും പഠിക്കണം. കാരണം 240, 250, 260 ഇതിൽ നിന്നൊക്കെ ഏതായാലും എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ആർ ഹൈ. അതിൽ 250 കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രാവശ്യം 240 ചാൻസസ് ആർ ഹൈ ചോദിക്കാം. പിന്നെ 260 MTPയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചാൻസ് ഉണ്ട് ചോദിക്കാൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ബാങ്കും കൂടി ചെയ്യണം. എങ്കിലേ നമുക്കത് എന്താ പറയുക, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 402 ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ല, അതിന് മുന്നത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ചോദിക്കുന്ന ചാൻസ് ഭയങ്കര ഹൈ ആണ്. പിന്നെ അതിന് പുറമെ MTPയിലും ചോദിച്ചിട്ടുണ്ട്. സോ 402 എന്തായാലും എടുക്കുക. പിന്നെ 402 പഠിക്കുമ്പോൾ തന്നെ SE 3400 കൂടി പഠിക്കുക. അത് റിലേറ്റഡ് കണക്റ്റഡ് ആണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് തീർന്നോളും. പിന്നെ കണ്ടന്റ് പഠിച്ചാൽ മതി, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്തെങ്കിലും നമുക്ക് ചോദിക്കുക. 402 ആണെങ്കിലും അല്ല, കണ്ടന്റ്സിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ 540, 560, 570, 580 അതിന് ക്വസ്റ്റ്യൻ ബാങ്കും പഠിക്കണം, കോൺസെപ്റ്റും പഠിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. പിന്നെ 701, 705, 710 ക്വസ്റ്റ്യൻ ബാങ്കും ചെയ്യണം, കണ്ടന്റും ചെയ്യണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് SA 610 കൂടി പഠിക്കണം. പിന്നെ കുറച്ച് സ്മോൾ ടോപ്പിക്സ് ഉണ്ട്, പക്ഷേ അത് ചാൻസസ് ആർ ഹൈ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്ത് ചെയ്ത് വിടരുത്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, കാരണം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ത്രെഡ്സ് നോക്ലെയർ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ത്രെഡ്സും ഒക്കെ ഭയങ്കര സിമ്പിളാണ്, 1 പേജ് 2 പേജൊക്കെ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചു തീരും. പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുള്ളൂ. ഫുൾ മാർക്സ് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അതുപോലെ ഡ്യൂ ഡെലിജൻസ് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചു, ഞാൻ MCQൽ വന്നെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ വന്നിട്ടില്ല. അത് ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞു പോയത്. പക്ഷെ ഡ്യൂ ഡെലിജൻസ് ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ചാൻസസ് ആർ ഹൈ ഇപ്രാവശ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഡ്യൂ ഡെലിജൻസിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. ചെറിയതാണ്, ഭയങ്കര ചെറുതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പഠിച്ച് തീർന്നോളും. പിന്നെ അതിലൊക്കെ ആണെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ചാൻസസ് ആർ ഹൈ നമുക്ക് ഫുൾ മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫുൾ മാർക്സ് ഇല്ലെങ്കിൽ ഒരു 4, ഇപ്പോൾ 5ൽ 4 കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൃത്തിക്ക് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്ക്രിപ്റ്റീവിൽ കുഴപ്പമില്ലാതെ ഒരു 20s അടുത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മാർക്സ് കിട്ടാൻ ചാൻസസ് ആർ ഹൈ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ ഈ 299 ഇല്ലേ, ജോയിന്റ് ഓഡിറ്റ്, അത് ഈ സ്മോൾ ടോപ്പിക്സിൽ ഇട്ടോളൂ കേട്ടോ. കാരണം അത് ഇപ്രാവശ്യം MTPയിലും ചോദിച്ചിട്ടുണ്ട്. അത് പിന്നെ വളരെ ചെറുതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കണ്ടന്റ് തന്നെ പഠിച്ചാൽ മതി. അത് നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അത് വലിയ കുഴപ്പമില്ലാതെ സ്മോൾ ടോപ്പിക്സിൽ ഇട്ടോളൂ. ബാക്കി 550 ഫോറൻസിക് 810, SRS 4410, 250 320, അതുപോലെ തന്നെ 505, 520, 530, 706, 720, 700 നോക്ലെയർ, SRE 2410, SAE 3420. അപ്പോൾ ടോപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മളെ കയ്യിൽ സൂപ്പർ തറവായിട്ടുള്ള എന്ത് വന്നാലും അതിൽ നല്ല മാർക്ക് കിട്ടുന്ന കുറച്ച് ഏരിയാസ് വേണം. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, യെല്ലോ ഷെയ്ഡിൽ ഞാൻ മാർക്ക് ചെയ്തത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ തറവ് അല്ലെങ്കിലും തറവ് ആക്കിയിട്ട് എന്താ സംഭവം നമുക്ക് അറിഞ്ഞിരിക്കണം.
അതിൽ കീവേഡ്സ് അറിഞ്ഞിരിക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ അതിൽ നിന്ന് പറ്റണം. അപ്പൊ ആ ഒരു ടോപ്പിക്സ് ആണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കണ്ടന്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് MCQ ചോദിച്ചു കഴിഞ്ഞാലും ഇതിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ബാങ്ക് കവർ ചെയ്തില്ലെങ്കിൽ കണ്ടന്റ് വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക, പറ്റുന്ന പോലെ പഠിച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് പോവുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു 3 മാർക്സിലും 4 മാർക്സെങ്കിലും കിട്ടുന്ന രീതിയിൽ പോവുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ NBFC ബാങ്ക് ഓഡിറ്റ് ഗ്രൂപ്പ് ഓഡിറ്റ്. NBFC എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലെങ്തി ആണ്, ബാങ്ക് ഓഡിറ്റ് ഒക്കെ ഭയങ്കര ലെങ്തി ആണ്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ അതുകൊണ്ട് ബാങ്ക് ഓഡിറ്റും NBFC ഞാൻ പ്യുവർലി MCQ മാത്രമേ ഞാൻ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ. സോ ഞാൻ ഇതിൻ്റെ NBFCന് ബാങ്ക് ഓഡിറ്റിന് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, MCQs കവർ ചെയ്യണം. അതിന് MCQ എന്തായാലും നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ MCQ അതിന് എന്തായാലും കവർ ചെയ്യണം. കുറേ കേസ് സ്റ്റഡി സിനാരിയോസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അതിന് കവർ ചെയ്യുക. ഈ ഏരിയയിൽ നിർബന്ധമായിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇന്ത്യസ് 110 ആണ് കൺസോൾട്ടേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് FRO അറിയുന്നുണ്ട്, പിന്നെ അതിൽ കീവേഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ എഫേർട്ട് ഇടാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇവരെന്തായാലും മിക്കപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, പക്ഷെ അത് ഭയങ്കര ലെങ്തി ആണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്രാവശ്യം MTPയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ MTPയിൽ വന്ന ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള മിക്കപ്പോഴും ഫ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കീവേഡ്സ് എന്തൊക്കെ എഴുതാൻ പറ്റുക, ഞാൻ ഇപ്പോൾ ഗ്യാസ് അടിക്കൽ പറഞ്ഞ പോലെ എന്തെങ്കിലും കോമൺ പോയിന്റ്സ് ഉണ്ടോ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ കയ്യിൽ കുറച്ച് ഉണ്ടാവണം. അതുപോലെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ബോർഡ്സിൽ നിന്ന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് MCQയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. പിന്നെ MTPs എന്തായാലും കവർ ചെയ്യാം, RTP കവർ ചെയ്യാം, അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് പഠിക്കും. സോ ദാറ്റ് യു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 or 2 മാർക്സ് ഇൻ ദീസ് ടോപ്പിക്സ്. സോ എന്താ പറയുക, സൂപ്പർ തറോ പിന്നെ ഓവറോൾ ഒരു കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കീവേഡ്സ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വേണം. ഞാൻ അങ്ങനെയാണ് 40 മാർക്സിനെ എപ്പോഴും അപ്രോച്ച് ചെയ്യാറ്. വെച്ചാൽ സൂപ്പർ തറോന്ന് എന്തായാലും ഒരു 4 or 5 മാർക്ക് കിട്ടുന്ന രീതിയിൽ, മറ്റേത് ഒരു 3 മാർക്സ് എന്തായാലും കിട്ടുന്ന രീതിയിൽ, പിന്നെ 1 or 2 അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ പോവും. അപ്പം ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു ഓൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നന്നായിട്ട് പഠിക്കുക, വേറെ ഡിസ്ട്രാക്ഷൻ അതിനൊന്നും സമയമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഓഡിറ്റ് തിയറി നമ്മൾ ഈ ലാസ്റ്റ് ടൈമിൽ ലൈക്ക് പഠിക്കുന്നത് എന്തായാലും ഓർമ്മയിൽ നിൽക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ വന്ന് ആഞ്ഞു പിടിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.